കാട്ടാനാക്രമണ വാർത്തകൾ തന്നെയാണ് നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത്. വയനാട് കാട്ടാനാക്രമണത്തിൽ മരിച്ച ആളുടെ വാർത്തകളും അതേപോലെ തന്നെ അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെയാണ് നമ്മൾ അല്പസമയം മുമ്പ് കേട്ടിരുന്നത്. അതിനെ സംബന്ധിച്ച് ഈ ഒരു കാട്ടാനാക്രമണം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഉന്നതതല യോഗമുണ്ട്. AK ശശീന്ദ്രൻ വിളിച്ചു ചേർത്ത യോഗം, വനംവകുപ്പ് മേധാവി അടക്കമുണ്ട്. വിളിച്ചു ചേർത്ത യോഗം വനംവകുപ്പ് ആസ്ഥാനത്ത് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. വനംമന്ത്രി AK ശശീന്ദ്രൻ്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗമാണ്. പ്രധാനമായും വന്യമൃഗശല്യം രൂക്ഷമായതിൻ്റെ പശ്ചാത്തലത്തിലാണ് യോഗം വിളിച്ചു ചേർത്തത്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, കഴിഞ്ഞ 8 വർഷത്തിനിടെ 120ഓളം 180ഓളം മരണങ്ങളാണ് കാട്ടാന ആക്രമണത്തിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ വർഷം മാത്രം 12 മരണങ്ങളാണ് ഇതിനെ സംബന്ധിച്ച് സംസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. വയനാട്ടിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ 40 ദിവസത്തിനുള്ളിൽ 3 മരണങ്ങളായി. ഇതിനൊക്കെ ഒരു പരിഹാരം നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ഉന്നതതല യോഗത്തിൽ അതിനൊരു പരിഹാരം നമുക്ക് ലഭിക്കും എന്ന് തന്നെ പ്രത്യാശിക്കാം, അല്ലേ? തീർച്ചയായിട്ടും വന്യമൃഗശല്യം അത് രൂക്ഷമായിട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ 5 പേരാണ് വന്യമൃഗത്തിന്റെ ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിലൊരു കൃത്യമായിട്ടുള്ളൊരു നടപടി വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം പ്രതിപക്ഷം അടക്കം ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ വനപ്രദേശത്തൊക്കെ താമസിക്കുന്നവരെ വിധിക്ക് വിട്ടുകൊടുക്കുന്ന സമീപനമാണ് വനംവകുപ്പ് സ്വീകരിക്കുന്നത് എന്നുള്ള രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷം സഭയിലടക്കം ഉയർത്തുന്നത്. ഇതിൽ കൃത്യമായിട്ടൊരു നടപടി എടുക്കണമെന്നുള്ളത് തന്നെയാണ് വനംവകുപ്പിന്റെ ആവശ്യം. കഴിഞ്ഞ തവണയൊക്കെ ഇത്തരത്തിൽ വന്യമൃഗ ആക്രമണം രൂക്ഷമായ പശ്ചാത്തലത്തിൽ നിരവധി യോഗങ്ങൾ ചേരുകയും നടപടികളൊക്കെ തന്നെ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും തന്നെ ഫലപ്രാപ്തിയിൽ എത്തിയില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ ഒക്കെ തന്നെ വന്യമൃഗ ആക്രമണവും അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളും ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. വനംവകുപ്പ് മേധാവിയാണ് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. വനമന്ത്രി AK ശശീന്ദ്രൻ അധ്യക്ഷനായിട്ടുള്ള യോഗമാണ്. വനംവകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഉന്നതതല യോഗമാണ് വനം ആസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 4 മണിക്ക് വനംമന്ത്രി AK ശശീന്ദ്രൻ ഈ യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണാമെന്നുള്ളതാണ് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ മന്ത്രിസഭാ യോഗം നടക്കുന്നുണ്ട്. അത് കണക്കിലെടുത്ത് വനംമന്ത്രിയുടെ വാർത്താ സമ്മേളനം മാറ്റിവെച്ചിരിക്കുകയാണ്. യോഗം ഇപ്പോഴും വനം ആസ്ഥാനത്ത് പുരോഗമിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയിലുള്ളവരെയും കൂടി ഏകീകരിച്ച് അവരുടെ പ്രവർത്തനങ്ങളെയും നടപടികളെയും കൂടി ഏകീകരിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വനംമന്ത്രി നടത്തിയ ചില പ്രസ്താവനകൾ അത് വലിയ വിമർശനങ്ങൾക്കും പരാതികൾക്കും ഒക്കെ തന്നെ വകവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാടിനുള്ളിലേക്ക് പോകുന്നവരെയാണ് ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വരുന്ന സമയങ്ങൾ അത് അടുത്ത മാർച്ച് ഒക്കെ ആകുമ്പോൾ വലിയ രീതിയിലുള്ള വേനൽക്കാലമാണ് സംസ്ഥാനത്ത് വരാനിരിക്കുന്നത്. അത്തരത്തിൽ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ വീണ്ടും കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങാനും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടത്തുന്നതിനുമുള്ള സാഹചര്യം കൂടി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഇത്തരത്തിലൊരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത് പരമാവധി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. വന്യമൃഗങ്ങൾ ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്നതിലൊരു കൃത്യമായിട്ടുള്ളൊരു നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എത്തരത്തിൽ ഈ ആക്രമണങ്ങളെയും വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിനെയും കുറയ്ക്കാൻ കഴിയും, അത് തടയാൻ എത്തരത്തിൽ കഴിയുമെന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇന്നിപ്പോൾ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് വനംവകുപ്പ് തന്നെ അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. കാളിദാസ്. അപ്പോൾ പ്രധാനമായിട്ടും വന്യമൃഗങ്ങളുടെ ആ ഒരു ആവാസ വ്യവസ്ഥ വ്യാപിപ്പിക്കുക എന്നുള്ളൊരു കടമയായിരിക്കും ഏറ്റവും പ്രധാനമായും ഈ ഒരു ഉന്നതതല യോഗത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം, അല്ലേ? തീർച്ചയായിട്ടും. അതായത് വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുകയും അതിനനുസരിച്ച് കാടിന്റെ ഒരു വ്യാപ്തിക്ക് കുറവുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. കാടിന്റെ അളവ് കുറയുകയും വന്യമൃഗങ്ങളുടെ അളവ് കൂടുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് കൂടാതെ തന്നെ ഈ മലയോര മേഖലകളിൽ പ്രത്യേകിച്ച് വനം സംരക്ഷണ നിയമപ്രകാരം കാടിനുള്ളിൽ താമസിക്കുന്ന ആദിവാസികളുണ്ട്. അവർക്കും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് ആക്രമണങ്ങൾ വന്യമൃഗങ്ങളുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടതായി വരുന്നുണ്ട്. അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ വനത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ വരുമ്പോൾ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഈ ഭക്ഷണം തേടി ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് തന്നെ വന്യമൃഗങ്ങൾക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും എത്തിക്കുന്ന തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ വനംവകുപ്പ് സ്വീകരിച്ചു വന്നിട്ടുണ്ടായിരുന്നതാണ്. അത് പക്ഷേ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അല്ലെങ്കിൽ അത്തരത്തിൽ കഴിഞ്ഞില്ല എങ്കിൽ തന്നെയും അത് കുറച്ചുകൂടി വ്യാപിപ്പിക്കും
നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും തീരുമാനങ്ങളും വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഓരോ ദിവസവും വന്യമൃഗ ആക്രമണവും അതേ തുടർന്നുള്ള മരണവും കേട്ടുകൊണ്ടാണ് കേരളത്തിലുള്ളവർ ഇപ്പോൾ എഴുന്നേൽക്കുന്നത് എന്നുള്ളതാണ്. അത് തടയുന്നതിന് വേണ്ടി കൃത്യമായിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കുക എന്നുള്ളതാണ് അടിയന്തരമായിട്ട് വനംവകുപ്പ് ചെയ്യേണ്ടത്. ഈ തുടർച്ചയായിട്ട് ഈ പരാതികൾ ഉയരുന്നു, വലിയ രീതിയിലുള്ള വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്നു. ഈ ഘട്ടത്തിൽ ചേരുന്ന യോഗത്തിൽ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വനം വകുപ്പിലെ സാധാരണ ഇത്തരത്തിൽ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ പല ഉദ്യോഗസ്ഥരുടെയും അഭാവമുണ്ട്, അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ യോഗത്തിന് പങ്കെടുക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ ഇപ്പോൾ വനം ആസ്ഥാനത്ത് ചേർന്നുകൊണ്ടിരിക്കുന്ന യോഗത്തിൽ വനം വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലുമുള്ള ഉന്നത തല ഉദ്യോഗസ്ഥരാണ് പങ്കെടുക്കുന്നത്. എല്ലാ മേഖലയും ചേർത്ത് കൊണ്ടുള്ള നടപടികളുടെ ഒരു ആസൂത്രണമാണ് യോഗത്തിൽ നടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക, ഈ നേരിടുന്ന മലയോര മേഖലകളിലുള്ള ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക്, വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി ആക്രമണങ്ങൾ നടത്തുന്ന പ്രശ്നങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം അത് ഉടനടി കണ്ടെത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ യോഗം ചേരുന്നത്. എന്തൊക്കെയായിരിക്കും യോഗത്തിൽ എടുക്കുന്ന നടപടികൾ എന്നതടക്കം വനം വകുപ്പ് യോഗത്തിന് ശേഷം അറിയിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാളിദാസ്. സൂര്യ, എന്തായാലും യോഗം പുരോഗമിക്കുന്നു. ഈ ഒരു യോഗത്തിന് ശേഷം എന്തൊക്കെയാണ് ആ ഒരു യോഗത്തിൽ എടുത്ത തീരുമാനം എന്ന് മാധ്യമങ്ങളോട് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പങ്കുവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം, അല്ലേ?